നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹ ദിവസം വീടും നാടും അതുപോലെ തന്നെ ബന്ധുക്കളെല്ലാവരും ഒരുങ്ങി. പക്ഷേ അപ്രതീക്ഷിതമായി വാതിൽ തുറന്ന് അകത്ത് കടന്ന ബന്ധുക്കൾ കണ്ടത് സഹോദരിമാരെ മരിച്ച നിലയിലാണ്. വളരെ നടുക്കമാണ് ആ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. സംഭവം നടക്കുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിലാണ്. കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വിവാഹ ഘോഷയാത്ര എത്തുന്ന സമയം സഹോദരിമാരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനായി ഗ്രാമത്തിലെ ദീപ് സിംഗിന്റെ മക്കളായ ശോഭ, വിമല എന്നീ യുവതികളാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇതിൽ ശോഭയ്ക്ക് 25 വയസ്സ്, വിമലയ്ക്ക് 23 വയസ്സാണ് പ്രായം. രാത്രി 12 മണിയോടെ ഉറങ്ങാൻ പോയ സഹോദരിമാരെ പുലർച്ചെ 4 മണിയോടെ മരിക്കാറായ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പെൺകുട്ടികളുടെ മാതൃബന്ധുക്കൾ രംഗത്തെത്തിയതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വെള്ളിയാഴ്ച രാത്രി രാജസ്ഥാനി വിവാഹങ്ങളിലെ പരമ്പരാഗത ആചാരമായ ബന്ദോളി ചടങ്ങിന് ശേഷമാണ് സഹോദരിമാർ ഉറങ്ങാൻ പോയത്. പുലർച്ചെ അവശനിലയിൽ ഇരുവരെയും കണ്ടെത്തുകയായിരുന്നു. രാവിലെ 4 മണിയോടെയാണ് ഇരുവരെയും മുറിയിൽ അവശരായ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ജോധ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്വകാര്യ സ്കൂളിൽ അധ്യാപകരായി ജോലി ചെയ്യുകയായിരുന്നു ഇരുവരും. യുവതികളുടെ മരണം പുറംലോകത്തെ അറിയിക്കാതെ വീട്ടുകാർ സംസ്കാര ചടങ്ങുകൾക്കായി തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ സംശയം തോന്നിയ പെൺകുട്ടികളുടെ അമ്മയുടെ സഹോദരൻ വിവരം പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി സംസ്കാരം തടയുകയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്തു. വിഷബാധയേറ്റതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാരണം മൃതദേഹത്തിൽ നീല നിറം ബാധിച്ചിരുന്നതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യുവതികളുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സംസ്കാര ചടങ്ങുകൾക്കായി തയ്യാറെടുക്കുമ്പോഴാണ് പോലീസ് സംഘം എത്തിയത്. ഏതായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ അവിടെ പുരോഗമിച്ചു. വിഷബാധയേറ്റാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനമുണ്ടെങ്കിലും മനഃപൂർവ്വം ഇത്തരത്തിൽ പെൺകുട്ടികൾ തന്നെ വിഷം കഴിച്ചതാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. അതേസമയം തന്നെ യുവതികളുടെ വിവാഹം മറ്റു 2 പേരുമായി നിശ്ചയിച്ചിരുന്നതായിരുന്നെന്നും അടുത്തിടെ വേണ്ടെന്ന് വെച്ചാണ് പുതിയ വിവാഹത്തിന് ബന്ധുക്കൾ തയ്യാറെടുത്തതെന്നും പെൺകുട്ടികളുടെ ബന്ധു പറഞ്ഞു. യുവതികളുടെ വിവാഹം നേരത്തെ മറ്റു 2 പേരുമായി നിശ്ചയിച്ചിരുന്നതാണ്. എന്നാൽ ആ ആലോചനകൾ വേണ്ടെന്ന് വെച്ച് മറ്റൊരു വിവാഹത്തിന് പെൺകുട്ടികളുടെ പിതൃ സഹോദരൻ നിർബന്ധപൂർവ്വം മുൻകൈ എടുക്കുകയായിരുന്നു എന്നാണ് അടുത്ത ബന്ധു ആരോപിച്ചത്. ഈ വിവാഹ മാറ്റമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് മാതൃബന്ധുക്കളുടെ ആരോപണം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് അറിയിച്ചു. ഏതായാലും ഈ ഒരു മരണം അതും എല്ലാ ആഘോഷങ്ങൾക്കും തയ്യാറായി വിവാഹത്തിലേക്ക് കടക്കാനായിട്ട് വധു തയ്യാറായി നിൽക്കുന്ന സമയത്താണ് 2 സഹോദരിമാർ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ തമിഴ്നാട് തിരുച്ചെന്തൂരിലും തീർത്ഥാടനത്തിന് പോയ സഹോദരിമാർ നദിയിൽ മുങ്ങി മരിച്ചിരുന്നു. 12-കാരി മീനാക്ഷി, 16-കാരി അഭിനയ എന്നിവരാണ് മരിച്ചത്. നെടുങ്കണ്ടത്തെ പലചരക്ക് വ്യാപാരിയും തേനി സ്വദേശികളായ ശങ്കറിന്റെയും ലക്ഷ്മിയുടെയും മക്കളാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. തേനിയിൽ നിന്നും തിരുച്ചെന്തൂരിലേക്കുള്ള യാത്രക്കിടയിൽ കുടുംബം തൂത്തുക്കുടി ഏറലിലെ അരുണാചലേശ്വർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇവിടെ താമരപർണി നദിയിൽ കുളിക്കുന്നതിനിടെ കുട്ടികൾ മുങ്ങി താഴുകയാണ് ഉണ്ടായത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി.